ഹലോ, നമസ്കാരം. ഞാൻ നിങ്ങളുടെ സുഹൃത്ത് ജുജോയ്. എല്ലാവർക്കും കേരളപ്പിറവിയുടെ ആശംസകൾ. ഇന്നത്തെ സ്റ്റോറിയുടെ പേര് 99 ക്ലബ് എന്നാണ്. ഒരു ദിവസം ഒരു രാജാവ് വളരെ ദുഃഖിതനാണ്. എന്ന് പറഞ്ഞാൽ എല്ലാം സമ്പത്തുകളുണ്ടോ, എന്നാലും സന്തോഷമില്ല. ഒരു ദിവസം ഒരു കൂലിക്കാരനെ കണ്ടപ്പം അവൻ ആണെങ്കിലോ നന്നായിട്ട് പാട്ടുപാടി ജോലി ചെയ്യുന്നു. രാജാവ് അവനോട് പോയി ചോദിച്ചു, സുഹൃത്തെ, നിനക്ക് എങ്ങനെ ഇത്രയും സന്തോഷിക്കാൻ പറ്റുന്നുണ്ട് എന്ന്. അവൻ പറഞ്ഞു, രാജാവേ, എനിക്ക് കഴിക്കാൻ ഭക്ഷണമുണ്ട്, താമസിക്കാൻ വീടുണ്ട്, പിന്നെന്ത് വേണം എന്ന് പറഞ്ഞു. ആ ഒരു ഉത്തരം അത്ര സന്തോഷകരമായി തോന്നിയില്ല. അപ്പം രാജാവിന്റെ അഡ്വൈസറോട് ചോദിച്ചു, എങ്ങനെയാണ് ഇയാൾക്ക് ഇത്ര സന്തോഷിക്കാൻ പറ്റുന്നത് എന്നുള്ളത്. അപ്പം ഈ അഡ്വൈസർ പറഞ്ഞു, രാജാവേ, അവൻ 99 ക്ലബിലേക്ക് ചേർന്നിട്ടില്ല, അതുകൊണ്ടാണ് എന്ന് പറഞ്ഞു. അതെന്താ 99 ക്ലബ് എന്ന് ചോദിച്ചു. രാജാവ് ഒരു ഉപകാരം ചെയ്യണം. രാജാവ് ഒരു ബാഗിനകത്ത് 99 കോയിൻസ്, 99 കോയിൻസ് വെച്ച് അവന്റെ വീടിന് മുമ്പിൽ വെക്കണം. അതിനുശേഷം അത് എന്താവും എന്ന് നോക്കാം എന്ന് പറഞ്ഞു. രാജാവ് അത് ആൾക്കാരോട് പറഞ്ഞ് ചെയ്യിച്ചു. ഈ വ്യക്തി അടുത്ത ദിവസം രാവിലെ വാൽ തുറന്നു നോക്കുമ്പോൾ ഒരു ബാഗിൽ നിറച്ച് ഗോൾഡ് കോയിൻസ് ആണ്. 99 ഗോൾഡ് കോയിൻസ് ഉണ്ട്. ഈ വ്യക്തി പല പ്രാവശ്യമായിട്ട് എണ്ണി നോക്കി, എന്നാൽ 100 തികയുന്നില്ല. അതിനുശേഷം ഈ വ്യക്തി തീരുമാനിച്ചു, ഞാൻ ഈ 99 എന്നുള്ളത് 100 ആക്കാൻ പോവുക, 100 ആക്കാൻ പോവുക എന്നുള്ളത്. അങ്ങനെ ഇയാൾ പല രീതിയിലും ശ്രമിച്ച് ജോലി ചെയ്യാൻ തുടങ്ങി. ആ സമയത്ത് ഇയാളുടെ പാട്ട് നിന്നു. ഇയാൾക്ക് വീട്ടിലുള്ളവരോടൊക്കെ ദേഷ്യം വരാൻ തോന്നി. പിന്നെ വീട്ടിൽ ആരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് തോന്നി. അങ്ങനെ ഇയാളുടെ മൊത്ത സന്തോഷം അവിടെ നഷ്ടപ്പെട്ടു. ഇയാള് 100 ആക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതുപോലെയാണ് സുഹൃത്തുക്കൾ നമ്മുടെ ജീവിതത്തിൽ പല നന്മകളും ഉണ്ട്. എന്നാൽ ഈ നന്മകളും ഈ സന്തോഷവും എല്ലാം മറന്ന് നമ്മൾക്ക് ഇല്ലാത്തതിനെ തേടി പോകുന്നതാണ് നമ്മൾ പലപ്പോഴും ചെയ്യുന്നത്. ഇല്ലാത്തതിനെ കുറിച്ച് ആലോചിച്ച് നമ്മൾ നിരാശപ്പെടുകയാണ് ചെയ്യുന്നത്. അത് വേണ്ട, നമ്മൾക്കുള്ളതിൽ സന്തോഷിക്കാം. ആ സന്തോഷം മതി നമ്മൾക്ക് ലൈഫ് ലോങ് സന്തോഷമായിട്ടിരിക്കാൻ. ഇല്ലാത്തതിനെ കുറിച്ച് ചിന്തിച്ചിട്ട് ഒരു കാര്യമില്ല. ദൈവം നമ്മൾക്ക് എല്ലാവർക്കും തരുന്നത് നമ്മൾക്ക് വേണ്ടത് മാത്രമാണ്. അപ്പം അതിൽ ഉള്ളതിൽ സന്തോഷിക്കാം. നിങ്ങൾ എല്ലാവരും അത് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. Wishing you all a beautiful day, a beautiful Sunday, and a wonderful week ahead. So, you are the best. God bless.